നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ ഫലസ്തീനികൾക്ക് സഹായഹസ്തം നീട്ടി മലേഷ്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി യുണൈറ്റഡ് മലൈസ് നാഷണൽ ഓർഗനൈസേഷൻ. ഗാസയിലെ ഫലസ്തീനികളെ സഹായിക്കാൻ 1 ദശലക്ഷം റിംഗിറ്റ് സംഭാവനയാണ് ഇവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മലേഷ്യൻ കൺസൾട്ടേറ്റീവ് കൗൺസിൽ ഓഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വഴിയാണ് സംഭാവന നൽകുന്നതെന്ന് അവർ അറിയിച്ചു. സംഭാവന റമദാനിൽ ഫലസ്തീനികൾക്ക് സഹായകരമാകുമെന്ന് മലേഷ്യൻ ഉപപ്രധാനമന്ത്രി അഹമ്മദ് സാഹിദ് ഹമീദി പറഞ്ഞു. നിലവിൽ നടക്കുന്ന യുദ്ധ സാഹചര്യം കാരണം ഫലസ്തീനിലെ സഹോദരി സഹോദരന്മാർ കഠിനമായ യാതനകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. UNMO അംഗങ്ങൾക്ക് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നുവെന്നും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് കഴിയുന്നത്ര പ്രതിഫലം ഉണ്ടാകട്ടെ എന്നും ഓരോ സംഭാവനയും ഫലസ്തീൻ ജനതയ്ക്ക് പരമാവധി പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മറ്റു വാർത്തകൾ നോക്കാം. ഗാസയിലേക്കുള്ള ഏതു സേനയും അധിനിവേശ ശക്തികൾ എന്ന നിലയ്ക്കാവും കണക്കാക്കുകയെന്നും അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുമെന്നും ഹമാസും ഇസ്ലാമിക് ജിഹാദും ഉൾപ്പെടെ പ്രതിരോധ കൂട്ടായ്മയുടെ മുന്നറിയിപ്പ്. ബഹുരാഷ്ട്ര സേനയുടെ ഭാഗമാകാൻ ഏതെങ്കിലും അറബ് രാജ്യം തീരുമാനിക്കുമെന്ന് തങ്ങൾ കരുതുന്നില്ല എന്നും കൂട്ടായ്മ വ്യക്തമാക്കി. അതിനിടെ വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്കായി മൊസാദ് ഉൾപ്പെട്ട ഇസ്രായേൽ സംഘം ഇന്ന് കൈറോയിലേക്ക് തിരിക്കും. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും വന്നിട്ടില്ല. അതിനിടെ ഗാസ സിറ്റിയിലും ഗാൻ യൂനിസിലും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങി. ഗാൻ യൂനിസിൽ 7 നില പാർപ്പിട സമുച്ചയമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ നിലംപൊത്തിയത്. തെക്കൻ ലെബനനിൽ അതിർത്തിക്കടുത്ത് ഷെല്ലാക്രമണത്തിൽ UN സമാധാന ദൗത്യസേനയിലെ 4 പേർക്ക് പരിക്കേറ്റു. സമാധാന സേനയെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് UN പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് 13 വയസ്സുള്ള പാലസ്തീൻ ബാലൻ മരിച്ചു. ഗാസയിൽ ആക്രമണം തുടരുന്നതിനിടെ വെസ്റ്റ് ബാങ്കിൽ കൂട്ട അറസ്റ്റും ഭൂമി പിടിച്ചെടുക്കലും തുടരുകയാണ് ഇസ്രായേൽ. ഒക്ടോബർ 7-ന് ശേഷം ഫലസ്തീനികൾ താമസിച്ചു വന്ന 27 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇസ്രായേൽ പിടിച്ചെടുത്തു. കോളനൈസേഷൻ ആൻഡ് വാൾ റെസിസ്റ്റൻസ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതിനിടെ ഗാസയിലേക്ക് 400 ടൺ ആഹാരവുമായുള്ള കപ്പൽ സൈപ്രസ് തീരത്ത് നിന്ന് പുറപ്പെട്ടു. നേരത്തെ കപ്പലിൽ 200 ടൺ ഭക്ഷണം എത്തിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.